ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ HALൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് CPCBയുടെ നോട്ടിഫിക്കേഷൻ, അതായത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെ അപേക്ഷ നൽകണം, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട സമയത്ത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് CPCBയുടെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ CPCBയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കാണാം. നമുക്ക് സയൻറ്റിസ്റ്റ് D വിളിച്ചിട്ടുണ്ട്, 1 വേക്കൻസിയാണുള്ളത്. അതുപോലെ തന്നെ സയൻറ്റിസ്റ്റ് C വിളിച്ചിട്ടുണ്ട്, 8 വേക്കൻസി. ദെൻ സയൻറ്റിസ്റ്റ് B വിളിച്ചിട്ടുണ്ട്, 12 വേക്കൻസി. അതിന് അസിസ്റ്റൻറ്റ് മാനേജർ ഫൈനാൻസ് 3, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് 1, അതിൽ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് 13 വേക്കൻസി. ദെൻ ടാക്സോണമിസ്റ്റ് 1 വേക്കൻസി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 4 വേക്കൻസി, ഫീൽഡ് അസിസ്റ്റൻറ്റ് 8 വേക്കൻസി. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റുകൾ നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ സയൻറ്റിസ്റ്റ് D മുതൽ ഈ ടാക്സോണമിസ്റ്റ് വരെയുള്ള പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ സാലറി ആയിട്ടൊക്കെ നമുക്ക് ലഭിക്കുക, അതായത് കൺസോളിഡേറ്റഡ് പേയ്മെൻ്റ് ആയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല, കോൺട്രാക്ട് ബേസിലാണ് വിളിച്ചിരിക്കുന്നത്. ഇനിഷ്യലി 1 വർഷത്തേക്കാണ്. നമ്മുടെ പെർഫോമൻസും അവരുടെ പ്രൊജക്റ്റ് റിക്വയർമെൻറ്റിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അത് ഈ പറയുന്ന ഡ്യൂറേഷനിൽ വേരിയേഷൻ വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിലവിൽ വേക്കൻസി റിവർ ഗംഗയുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൂടെ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നതൊക്കെ കണ്ടോ, നിങ്ങൾക്ക് പോസ്റ്റിന് 7 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 2 വേക്കൻസി ഇല്ലേ, അതാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫീൽഡ് അസിസ്റ്റൻറ്റ് 8 വേക്കൻസി ഇതിലേക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. 27 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കൺസോളിഡേറ്റഡ് മന്ത്ലി പേയ്മെൻറ്റും 38,741 രൂപയാണ്. +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് 55% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. +2 നിങ്ങൾ സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ +2 സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 55% മാർക്ക് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ വേസ്റ്റ് വാട്ടർ സാമ്പിളിംഗ് വേസ്റ്റ് വാട്ടർ സാമ്പിളിങ്ങിനെ കുറിച്ചിട്ടോ അതുപോലെ സാമ്പിൾ പ്രിസർവേഷനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മറ്റ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഫീൽഡ് അസിസ്റ്റൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. 8 വേക്കൻസി ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തത് ഇതിലേക്ക് എക്സാം ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്, 32 ഏജ് ലിമിറ്റ് വരുന്നത്. 4 വേക്കൻസിയാണുള്ളത്, 57,498. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് അല്ലെങ്കിൽ BCA ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് സയൻസിൽ ബിരുദമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ BCA കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. സയൻസ് ഇന്ന സബ്ജക്റ്റ് പഠിച്ചോണമെന്നൊന്നും നിർബന്ധമില്ല. ജസ്റ്റ് BSc നിങ്ങൾ ബാച്ചിലർ ഓഫ് സയൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന BCA കഴിഞ്ഞവരാണോ ഈ പറയുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ BSc ഇന്ന സബ്ജക്റ്റ് എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് സയൻസ് ഗ്രാജുവേറ്റ് ആയിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം, BCA കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. MS ഓഫീസുമായി ബന്ധപ്പെട്ട് വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ് ഇതൊക്കെ നിങ്ങൾ അറിയുമെന്നുള്ള കാര്യങ്ങൾ നോക്കും. പിന്നെ ടൈപ്പിംഗ് സ്പീഡ് 45 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിലും, ഹിന്ദിയിലാണെങ്കിൽ 35 എന്നുള്ള രീതിയിലും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്ക് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഗേറ്റും അതുപോലെ നെറ്റ് JRF ഒക്കെ വേണം. അതുപോലെ പേപ്പർ പബ്ലിഷിംഗ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ 8 ഇയേഴ്സ് എക്സ്പീരിയൻസും പല എക്സ്പീരിയൻസും സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഇതിലേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അത് നമ്പർ ഓഫ് അപ്ലിക്കേഷനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവർ നോക്കുക. അപ്പോൾ ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 24/8/2026 മുതൽ 7/9/2026 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. യാതൊരുവിധ അപ്ലിക്കേഷൻ ഫീയോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് HALൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു CPCB റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് തരും. അപ്ലൈ ചെയ്യാമെന്നുള്ളടത്ത് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. CPCB റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരും കേട്ടോ. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത പേജിലേക്ക് വരും. അപ്പോൾ ഇതിലേക്ക് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരാം. മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും താഴേക്ക് വന്നാൽ ഇവിടെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ജോയിൻ UCL എജുലാൻഡ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതിട്ടോ, അതിൽ ജോയിൻ ചെയ്യാം. ഇനി ഇവിടെ കണ്ടോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഈ അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപേക്ഷ കൊടുക്കാനുള്ള CPCBയുടെ പോർട്ടൽ ഓപ്പൺ ആയി വരുന്നുണ്ട്, റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ.
CPCB എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഭാഗമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വന്നാൽ കാണാൻ പറ്റും ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട ഒരു ബ്ലൂ കളറിൽ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡീറ്റെയിൽസ് ഇൻസ്ട്രക്ഷനൊക്കെ റീഡ് ചെയ്യുക. എന്നിട്ട് നമ്മളെല്ലാം റീഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫോട്ടോ, സിഗ്നേച്ചർ ഇതൊക്കെ നമ്മൾ അപ്ലോഡൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളോട് ഇവിടെ പ്രൊജക്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് അവിടെ SCR എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ പോസ്റ്റ് ഏതാണ് ഇതിൽ വേണ്ടിയത്, ഇപ്പം ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ് സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ചെയ്തു മതി. നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു പോകാം നിങ്ങൾ. അപ്പോൾ ഇനി അടുത്തത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റാണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് HLൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഈ HLൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്രൻറ്റീസ്ഷിപ്പ് വേക്കൻസിയാണ് കേട്ടോ. ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല. അപ്രൻറ്റീസ്ഷിപ്പ് എന്ന് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റേതായുള്ള ബെനിഫിറ്റ് അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് പരിഗണിക്കും. ഇപ്പോൾ 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒന്ന് ITയുടെയും വന്നിട്ടുണ്ട്, ഒന്ന് ഡിപ്ലോമ അതുപോലെ ഡിഗ്രിയുടെയും വന്നിട്ടുണ്ട്. രണ്ടും പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ITയുടെ ആണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. കൂടെ കാണാൻ പറ്റും 14/8/2026 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നാസിക്കിലാക്കണം കേട്ടോ വാക്കൻസി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 രീതിയിൽ 2 വർഷം ഡ്യൂറേഷനുള്ള IT കഴിഞ്ഞവർക്ക് 11,040 രൂപയാണ് മന്ത്ലി സ്റ്റൈപ്പൻ്റ് എമൗണ്ട് ലഭിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്താൽ പെർമനൻ്റ് ആകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും ഇവിടെ വീഡിയോയിലും പറയാം. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഫിറ്ററിൽ 110, അതുപോലെ ടൂൾ ആൻഡ് ഡൈ, അങ്ങനെ എല്ലാ ട്രേഡുകളിലും വാക്കൻസികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടുമിക്ക ട്രേഡുകൾ. ഓക്കെ, 2 ഇയർ IT വേണമെന്നുള്ളതാണ്. NCVT ആണെങ്കിലും SCVT ആണെങ്കിലും ഏതായാലും കുഴപ്പമില്ല. ഇനി 1 ഇയർ ഡ്യൂറേഷനുള്ള IT ആണെങ്കിൽ അവർക്ക് 10,560 മന്ത്ലി സ്റ്റൈപ്പൻ്റ് എമൗണ്ട് ലഭിക്കുക. 355 വാക്കൻസിയാണ് എല്ലാം കൂടെ ടോട്ടൽ വാക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 1 ഇയർ മിനിമം 1 ഇയർ ഡ്യൂറേഷനുള്ള IT കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ 1 ഇയർ എന്നുള്ള ആ ഒരു ട്രേഡ് കാർപ്പൻറ്റർ മുതൽ വെൽഡർ വരെയുള്ള. മറ്റേത് 2 ഇയർ IT കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇവിടെ 2 ഇയർ, അതായത് സീരിയൽ നമ്പർ 1 മുതൽ 13 വരെയുള്ളതിലേക്ക്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. IT കഴിഞ്ഞവർ NAPS NAPS നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. NAPS കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ നമ്പർ നിർബന്ധമാണ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ആ NAPS കയറി രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് അപ്രൻറ്റീസ്ഷിപ്പ് രജിസ്ട്രേഷനാണ്. 100% നമ്മളെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. ഞാനതിൻ്റെ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് പറയാം. പിന്നെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് രജിസ്റ്റർ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതാ ഈ QR നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ ഇവിടെ ലിങ്ക് ഉണ്ട്. ലിങ്കൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് താങ്ക് യു യുവർ ഫോം ഈസ് സബ്മിറ്റഡ് എന്നുള്ള ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കുക. അതാണെങ്കിൽ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആണ്. അപ്പോൾ ഇത് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 4/9/2026 ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വീഡിയോയുടെ അവസാനം കാണിക്കാം. അതുപോലെ തന്നെ ഫിസിക്കൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ 2nd or 3rd വീക്കിൽ വരും, സെപ്റ്റംബർ. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റ് 4th വീക്ക് സെപ്റ്റംബറിൽ വരും. പിന്നെ ജോയിനിങ് ഡേറ്റ് 1st and 2nd വീക്ക് ഓഫ് ഒക്ടോബറിലാണ്. ഒക്ടോബറിലൊക്കെ നമുക്ക് ജോയിനിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് ഇതിനൊക്കെ അനുസരിച്ച് ITയുടെ കിട്ടിയിരിക്കുന്ന മാർക്കിന് അടിസ്ഥാനമാക്കായിരിക്കും ഇതിലുള്ള സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കും അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഡിഗ്രിയുടെ നോട്ടിഫിക്കേഷൻ ഇവിടെ പറഞ്ഞതിന് ശേഷം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് വ്യക്തമാക്കാം. അപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഗ്രാജുവേറ്റ്, ഡിപ്ലോമ അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ്, ഇങ്ങനെ 3 കാറ്റഗറിയിലാണ്. ഇത് നാസിക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഇവിടെ കാണാം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് സ്റ്റൈപ്പൻഡ് 12,300 ആണ്. അപ്പോൾ വിവിധ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഉണ്ട്. ഈ പറയുന്ന അതത് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 4 ഇയർ ഡ്യൂറേഷനുള്ള BA or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ ഫാർമസിസ്റ്റും ഉണ്ട്. ഫാർമസിസ്റ്റ് BPharm കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. 133 വാക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഡിപ്ലോമ സ്റ്റൈപ്പൻഡ് 10,900 ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി മെഡിക്കൽ ലാബ് ടെക്നീഷ്യനിലേക്ക് DMLT ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയുള്ള ഡിപ്ലോമ, ഈ പറയുന്ന മെഡിക്കൽ ലാബ് ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട് മിനിമം 1 ഇയർ ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള, അതായത് എഞ്ചിനീയറിംഗ് അല്ലാത്ത മറ്റു കാറ്റഗറിയിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് 12,300 ആണ് സ്റ്റൈപ്പൻഡ്. അതായത് BA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 40 വാക്കൻസി. BA എന്ന് പറഞ്ഞാൽ ഇന്ന സബ്ജക്റ്റ് ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല. ജസ്റ്റ് BA ബാച്ചിലർ ഓഫ് ആർട്സ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. BA ക്വാളിഫൈഡ് ആണോ അപ്ലൈ ചെയ്യാം. ദെൻ BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ BScക്ക് സബ്ജക്റ്റ് അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ പറഞ്ഞ ഏതെങ്കിലും സബ്ജക്റ്റ് ബാച്ചലർ ഓഫ് സയൻസ് നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ 15 വാക്കൻസി ഉണ്ട്. പിന്നെ BBA കഴിഞ്ഞവരാണെങ്കിൽ 3 വാക്കൻസി, അങ്ങനെ 78 വാക്കൻസി അതിലുണ്ട് കേട്ടോ. ഇതിലേക്ക് മിനിമം 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഡ്യൂറേഷനുള്ള ഡിഗ്രി ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് എലിജിബിലിറ്റിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്
പാസിംഗ് ഇയർ വളരെ നിർബന്ധമാണ്. അതായത് ഈ പറയുന്ന 2022 മുതൽ 26 എന്ന് പറയുന്ന ഈ ഒരു ഇയറിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഡിഗ്രി പാസ് ഔട്ടായ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മാത്രമേ, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളൂ. 2021 നിങ്ങൾ പാസ് ഔട്ട് ആയാണെങ്കിൽ പറ്റില്ല, 2020 പറ്റില്ല, 2019 കഴിഞ്ഞവർക്ക് പറ്റില്ല. 2022 മുതൽ 23, 24, 25, 26 ഈ പറയുന്ന ഇയറിൽ എവിടെയെങ്കിലുമൊക്കെ പാസ് ഔട്ട് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ ഒന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരോ ചെയ്ത് കഴിഞ്ഞവരോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അതുപോലെ തന്നെ ഇതിനും നമ്മൾ എന്ത് ചെയ്യണം, നാറ്റ്സിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ 100% ആക്കണം. അതിൽ എൻറോൾമെൻറ്റ് ID കിട്ടും, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം നമ്മൾ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 4/9/2026 ആണ്. നേരത്തെ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് അതിൻ്റെ ഡേറ്റുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിന് മുൻപായിട്ട് അപ്രന്റീസ്ഷിപ്പിൻ്റെ പ്രാധാന്യം ചുരുക്കി ഞാൻ പറയാം. പല വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്, അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം അവർ കേട്ടിരിക്കുക, ബാക്കിയുള്ളവർക്ക് സീക്ക് ചെയ്ത് മറ്റ് ഭാഗത്തേക്ക് പോകാം. അതായത് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ട്രെയിനിങ് നൽകുന്നത് ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ടൊക്കെയാണ് അത് നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ എന്താണ് നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ളത് കാര്യങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ IT അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ നമ്മൾ പഠിച്ച് നമ്മൾ ഇറങ്ങി നമ്മൾ ഫ്രഷറാണ്. അപ്പോൾ ഫ്രഷറായിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന നമുക്കൊരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു എക്സ്പീരിയൻസ്, അതായത് നമ്മൾക്ക് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അത് നമുക്ക് കിട്ടുകയാണ് ഈ അപ്രന്റീസ്ഷിപ്പിലൂടെ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്കിൽ ഇപ്പോൾ HL എന്നൊക്കെ പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി നമുക്ക് അല്ലാതൊരു എൻട്രി ഒന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അപ്രന്റീസ്ഷിപ്പ് ആയിട്ടെങ്കിൽ നമുക്ക് അവിടെ കയറി നമുക്ക് അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനുണ്ടാകും. അങ്ങനെ പഠിച്ച് നമുക്ക് ആ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ്, അതായത് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുന്നുണ്ട്. ആ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതോടൊപ്പം നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അപ്രന്റീസ്ഷിപ്പ് ഇപ്പോൾ HLലൊക്കെ തന്നെ HLൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളെയൊക്കെ പല രീതിയിൽ റിക്രൂട്ട്മെൻറ്റിന് വിളിക്കാറുണ്ട്. അതായത് അതിൻ്റേതായുള്ള രീതിയിൽ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഇനി അതല്ല മറ്റും ഈ പറയുന്ന ഏതെങ്കിലും ഇൻഡസ്ട്രി ഈ പറയുന്ന രീതിയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് മാത്രമായിട്ടുള്ള രീതിയിൽ വിളിക്കാറുണ്ട്, അത് മാൻഡറ്ററി ആയിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മളത് ക്വാളിഫൈഡ് ആകുക എന്നുള്ളതും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യണമെന്നാണ് ഞാൻ പല ഉദ്യോഗാർത്ഥികളോടും പറയാറുള്ളത്. കാരണം അതിൻ്റെ സ്റ്റൈപ്പൻഡ് എമൗണ്ട് നോക്കിയിട്ടല്ല, നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് നമ്മളൊരു ഫ്രഷറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് ലഭിക്കുകയാണ്. അതും നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഇത്തരം വലിയ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ഓട്ടോണമസ് സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ഒരിക്കലും കയറാൻ പറ്റാത്തൊരു പ്ലേസിൽ നമുക്ക് കയറി അവിടെ അത്രയും വലിയ ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളൊരു അവസരം എന്നുള്ളതാണ് നമ്മളത് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് സ്റ്റൈപ്പൻഡ് എമൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ശരിക്കും നമ്മൾ പഠിക്കുകയാണ്, അവിടെ തൊഴിലല്ല ജോലിയല്ല അത് ശരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ HL നാസിക് അപ്രന്റീസ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്ക് വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക, നിങ്ങൾ ഏറ്റവും താഴേക്ക് വരാം. ഏറ്റവും താഴേക്ക് വന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗമുണ്ട്. ഇവിടെ കണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷനൊക്കെ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. നോട്ടിഫിക്കേഷൻ ITI എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ITI കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ, ഡിപ്ലോമ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഡിപ്ലോമ ആൻഡ് ഗ്രാജുവേറ്റിൻ്റെ കിട്ടും. ഇവിടെ കണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മുൻപ് നാപ്സിൽ ITI കഴിഞ്ഞവരാണെങ്കിൽ നാപ്സ് ആണ് ഓപ്പൺ ആക്കേണ്ടത്. ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം. നമ്മൾ നാപ്സ് ഓപ്പൺ ആക്കുന്നു. ITI കഴിഞ്ഞവരാണെങ്കിൽ നാപ്സ് ഓപ്പൺ ആക്കുക. അപ്പോൾ നാപ്സിൽ നിങ്ങൾ ഓൾറെഡി മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ ഡീറ്റെയിൽസ് ITI ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങളുടെ പ്രൊഫൈൽ 100% ആയിട്ടുണ്ടോ നോക്കാം. 100% ആയില്ലെങ്കിൽ നിങ്ങൾ എന്താണ് KYC ഒക്കെ വെച്ച് അത് 100% ആക്കണം കേട്ടോ. നമ്മുടെ ആധാറും ഇതൊക്കെ ലിങ്ക് ചെയ്ത് കറക്റ്റ് 100% ആക്കണം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വേണ്ടത്, ഇത് ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഇവിടെ ലോഗിൻ രജിസ്റ്റർ എന്നുള്ള കാൻഡിഡേറ്റ് എന്നുള്ള സെലക്ട് ചെയ്യുക. ഓക്കെ, കാൻഡിഡേറ്റ്സ് എന്നുള്ള സെലക്ട് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്സ് ഉള്ളതാക്കുക. എന്നിട്ട് ITI സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ITI സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ITIയുടെ റോൾ നമ്പർ കൊടുത്ത് അങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു രജിസ്റ്റർ നമ്പർ കിട്ടും ഇതിന്ന്. ഓക്കെ, ആ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് ITIയുടെ ഞാൻ ആദ്യം പറയുന്നത്, ആ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് ഇവിടെ കണ്ട അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടില്ലേ, ഈ അപ്ലിക്കേഷൻ ഫോമിൻ്റെ അവിടെ ITI എന്നുള്ള ഓപ്പൺ ആക്കുക. നമ്മൾ അപ്ലിക്കേഷൻ ഫോമിൻ്റെ അവിടെയുള്ള ITI ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് HL നാസിക്കിൻ്റെ ഒരു അപ്ലിക്കേഷൻ
ഫോം നമുക്ക് ഓപ്പൺ ആയി വരും. കണ്ടോ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ HL നാസിക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് IT. ഇനി ഇതിൽ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം ഇതൊക്കെ കൊടുക്കുക നിങ്ങൾ. അതുപോലെ നിങ്ങൾ നിലവിൽ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അത് നമ്മൾ നോ കൊടുക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ അല്ല കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. പിന്നെ അതുപോലെ മെയിലോ ഫീമെയിൽ ഏതാണെന്ന് ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങളാണ്. പിന്നെ ഇവിടെയാണ് നമ്മൾ നാപ്സിൽ നിന്ന് കിട്ടിയ രജിസ്റ്റർ നമ്പർ കൊടുക്കേണ്ടത്. അത് നിർബന്ധമാണ്. നാപ്സിൽ നിന്ന് നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഒരു രജിസ്റ്റർ നമ്പർ കിട്ടും, അത് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഫാദറിൻ്റെ പേര്, പിന്നെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. പിന്നെ എന്താണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത ട്രേഡ് ഏതാണ്, ഓക്കെ, അത് അവിടെ കൊടുക്കണം. അതുപോലെ തന്നെ 10th മാർക്ക് ഷീറ്റ്, ഓക്കെ, അതായത് നമുക്ക് SSLC 10th മാർക്സ് ഇൻ പെർസെൻറ്റേജ് കേട്ടോ. ഓക്കെ, 10th നമുക്ക് എത്രയാണ് പെർസെൻറ്റേജ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. എത്ര പെർസെൻറ്റേജ് ആണ് മാർക്ക് എന്നുള്ളത്. അതിൽ ITൻ്റെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് നമ്മളിവിടെ കൊടുക്കണം. പിന്നെ അതുപോലെ മന്ത് ആൻഡ് ഇയർ ഓഫ് കംപ്ലീറ്റിംഗ് IT പാസ് മന്തും അതുപോലെ ഇയറും നമ്മളിവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതോടെ കൊടുക്കണം. പിന്നെ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ വാർഡ് ഓഫ് HL എംപ്ലോയി, അതായത് HL എംപ്ലോയിയുടെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ നിങ്ങളവിടെ യെസ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എംപ്ലോയിയുടെ പേരും അതുപോലെ PBN നമ്പർ എന്നൊക്കെ ഉണ്ട്, അതൊക്കെ അവർ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് കേട്ടോ. ആരാണ് അവരുടെ എംപ്ലോയിയുടെ സണ്ണാണോ ഡോട്ടറാണോ സ്പൗസ് ആണോ ഏതായിരിക്കും നിങ്ങളനുസരിച്ച് കൊടുക്കാം. നമ്മളിവിടെ നോ കൊടുക്കാം. ദെൻ ഡിക്ലറേഷൻ കൊടുത്ത് റിവ്യൂ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫീയോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യാം IT കഴിഞ്ഞവരാണെങ്കിൽ. ഇനി ഡിപ്ലോമ അതല്ലെങ്കിൽ ഡിഗ്രി, അല്ലെങ്കിൽ അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിലും നോൺ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിലും കഴിഞ്ഞവരാണെങ്കിൽ ഇവിടെ കണ്ടോ നാറ്റ്സ് നമ്മൾ ഓപ്പൺ ആക്കുക. ഓക്കെ, അപ്പോൾ നാറ്റ്സിൻ്റെ പോർട്ടൽ ഇതാണ്, നാറ്റ്സ് 2 നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സ്റ്റുഡൻ്റ് ഉള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണാം റെഗുലർ സ്റ്റുഡൻ്റ് ആണ്, റെഗുലർ സ്റ്റുഡൻറ്റ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും, വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കണം. അപ്പാർ ID നിർബന്ധമാണ്. അതുകൂടെ ക്രിയേറ്റ് അപ്പാർ ID എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാ സാധനവും നിങ്ങളുടെ കയ്യിലുണ്ട്, യെസ് എന്ന് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ എടുത്ത് വെരിഫൈ ചെയ്ത് അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ 100% ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ, ഇവിടെ എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും. ആ എൻറോൾ നമ്പറുമായിട്ട് നിങ്ങൾ അടുത്ത് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അവിടെ ഡിപ്ലോമ ആൻഡ് ഗ്രാജുവേറ്റ് എന്നുള്ള ആ ഒരു ലിങ്ക് ഉണ്ട്, അത് ഓപ്പൺ ആക്കുന്നു. ഡിപ്ലോമ ആൻഡ് ഗ്രാജുവേറ്റ് എന്നുള്ള ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് HL നാസിക് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. എൻഗേജിങ് ഗ്രാജുവേറ്റ്, ജനറൽ ഗ്രാജുവേറ്റ്, അതുപോലെ തന്നെ ഡിപ്ലോമ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. എന്നിട്ട് സേവ് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് മെയിൽ കാര്യങ്ങളൊക്കെ വരും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന്. അപ്പോൾ അതിൻ്റെ ടൈമും ഇതൊക്കെ ഏകദേശം നോക്കി വെക്കുക. സമയങ്ങളിൽ മെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.